കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള പൊറോട്ടയും ബീഫും. ബീഫ് കഴിക്കാറില്ലേ? ധാരാളം. ബീഫിന്റെ പേരിൽ വിൽക്കുന്നത് പലതും പശു ഇറച്ചിയാണ്. ആയിരിക്കും. പശു ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. പശു ഇറച്ചി കഴിച്ചിട്ടുണ്ട്. ഉണ്ട്. ഈ പശുവിനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, ഇത് രൂപപ്പെടുന്നത് എവിടെ നിന്ന്? പശു ഉണ്ടായ കാലം തൊട്ട് കഴിച്ചുകൊണ്ട് മനുഷ്യൻ കഴിച്ചിരിക്കണം. കാരണം വിശപ്പ് വന്നാൽ മനുഷ്യൻ എന്തിനും കഴിയും. ഏറ്റവും എളുപ്പത്തിൽ അടുത്ത് കിട്ടാവുന്ന പശുവായിരിക്കും, അല്ല ആടായിരിക്കും. അങ്ങനെയാണ് മാംസാഹാരത്തിനോട് തുടങ്ങിയത്. അതിനിപ്പോൾ പച്ചക്കറി മാത്രമായിട്ട്, പച്ചക്കറിയും പഴങ്ങളും മാത്രം. മനുഷ്യൻ്റെ സംസ്കാരം അതാണ്. പക്ഷെ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു, പിന്നെ കഴിക്കാൻ തുടങ്ങി. ആദ്യം പച്ചക്ക് കഴിക്കാൻ തുടങ്ങി, പിന്നെ വേവിച്ച് കഴിക്കാൻ തുടങ്ങി, പിന്നെ മസാല ചേർത്ത് കഴിക്കുന്ന നമ്മുടെയൊക്കെ കാലം വന്നു. ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ചില ആളുകൾക്കൊക്കെ ഞാൻ പശുവിനെ കഴിക്കാറില്ല, അല്ലെങ്കിൽ പശുവിൻ്റെ ഇറച്ചി കഴിക്കാറില്ല, പശുവിനെ ദൈവമായിട്ടാണ് കാണുന്നത്, അങ്ങനെയുള്ള സംസ്കാരം പിൻപറ്റുന്ന ആൾക്കാരും ഉണ്ട്. ഖുറാനിൽ എന്താ പശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഖുറാനിലെ പശു വർഷിപ്പ് ചെയ്യേണ്ട ആനിമൽ അല്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനെ കൊന്നു തിന്നുന്നതിന് കുഴപ്പമില്ല. മാത്രമല്ല, പശുവിനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പശുവിനെ കൊന്ന് കാണിക്കണമെന്ന് സ്വന്തം ജനതയോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പേരിലാണ് ആവശ്യപ്പെടുന്നത്. അത് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ മൃഗങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളത് ലോകത്ത് അങ്ങനെയുള്ള അള്ളാഹുവിനെ അല്ലാതെ ഒന്നിനെ ആരാധിക്കരുതേ എന്നുള്ള ഒരു കൽപ്പനയുണ്ട്. ആ കൽപ്പന ലോകത്തിൽ അള്ളാഹുവിനെ അല്ലാതെ വേറൊന്നിനെ ആരാധിക്കരുത്, മനുഷ്യരെയോ വേറെ ആരെയും. അപ്പം ആ കൽപ്പനയുടെ പിൻബലത്തിലാണ് ഈ മൃഗാരാധനയും നിരോധിക്കേണ്ടി വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ പശുവിനെ കൊല്ലുന്ന തുല്യമായ മറ്റൊരു പരിപാടിയുണ്ട്. പോർക്ക്, പന്നിയെ കഴിക്കരുത്. കഴിക്കരുത്. അതായത് ജൂതന്മാരും കഴിക്കരുത്, ഇവരും കഴിക്കില്ല. ഇസ്രായേലിൻ്റെ ജെറൂസലമിൻ്റെ പരിസര പ്രദേശത്ത് വളർന്നു വന്ന സംസ്കാരത്തിൽപ്പെട്ടവരാരും പന്നിയെ കഴിക്കുകയില്ല. പശുവിനെ കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾ നാളെ പന്നിയെ കഴിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെയാണ് സാമൂഹിക സമുദായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്. ആഹാരം എന്ന് പറഞ്ഞത് തികച്ചും വ്യക്തിപരമാണ്. ഒരു ചെറിയ കഥ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല, പറഞ്ഞു. ആൽപ്സ് പർവ്വതത്തിൽ ഒരു വിമാനം തകർന്നു വീഴും. മഞ്ഞുള്ള പർവ്വതം. 7 മാസം കഴിഞ്ഞ്, ആരും തിരിച്ചു കിട്ടുന്നില്ല. 7 മാസം കഴിഞ്ഞ് 3 പേരുണ്ടായിരുന്നു വിമാനത്തിൽ, പുരോഹിതരായി, കത്തോലിക്ക പുരോഹിതരായി. 7 മാസം കഴിഞ്ഞ് ഒരു എക്സ്പെഡീഷൻ ടീം ഇങ്ങനെ പോയ വഴിക്ക് ഒരുത്തൻ ചാറായി കിടക്കുന്നുണ്ട്, ഒരു അച്ഛൻ പുരോഹിതൻ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ വിമാനാപകടത്തിൽ പറ്റിയതാണ്. എങ്ങനെയാണ് ഇത്രയും നാൾ സർവൈവ് ചെയ്ത് എങ്ങനെയാണ് ഇത്രയും നാളും നിങ്ങൾ സർവൈവ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്നറിയാമോ? ആ ജീവിച്ചിരിക്കുന്ന അച്ഛൻ ഭക്ഷണം കഴിച്ച് കൊണ്ടിരുന്നത് മരിച്ചു കിടന്ന 2 അച്ഛന്മാരിൽ നിന്നാണ്. മരിച്ച് കിടന്ന 2 അച്ഛന്മാർ. അപ്പോൾ മനുഷ്യൻ്റെ മാംസം വരെ മനുഷ്യൻ കഴിക്കും. അങ്ങനെ നരഭോജികളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് മനുഷ്യനെ കൊല്ലാൻ പറ്റാതായി. പിന്നെ വന്ന് അവസാനം എളുപ്പത്തിൽ കിട്ടുന്ന പശുവുണ്ട്. പോത്തിനെ കൊല്ലുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കണ്ടിട്ടുണ്ടോ? പോത്തിനെ കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പേടിയാണ്. ഏതെങ്കിലും കാലത്ത് കയറ് പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഇടപാട് വരും. അപ്പോൾ അതിന് പശു ഒരു കോമൺ ആയിട്ട് നമുക്ക് അവൈലബിളായ ഫുഡ് മെറ്റീരിയലായി മാറി. പിന്നെ മാത്രമല്ല, പോത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പശുവിനെ കൊല്ലുക. ആ ടേസ്റ്റ് ഒരു വ്യത്യാസമൊന്നുമില്ല. രണ്ടും ബീഫ് എന്ന് തന്നെ ഇവിടെ കേരളത്തിലൊക്കെ വിളിക്കുന്നത്. അല്ല സാറേ, ബീഫിന്റെ പേരിൽ ഇവിടെ വിൽക്കുന്ന പലതും പശു ഇറച്ചിയാണ്. അതാണ് ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത്. അതെ, പോത്ത് ഇവിടെ കുറവാണ്. പോത്ത് വളരെ കുറവാണ് ഇവിടെ. പശു ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പശുവിനെ വളർത്തുന്നവൻ അവൻ സ്വയം മിക്കവാറും കൊല്ലിയല്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയെ പോലും കൊല്ലാൻ മടിയുള്ളവരുണ്ട്. കോഴി ഇറച്ചി ഏറ്റവും ഇഷ്ടമുള്ളവർ പോലും ആരും കാണാതെ പോയി കൊല്ലുകയുള്ളൂ. പശുവിനെ വളർത്തുന്നവന് അവൻ ആ പശുവിനെ കൊണ്ട് ഉപയോഗം കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യണം? പാല് കിട്ടാനോ അല്ലെ കാളക്ക എന്ന് പറയണം. പശുവിന് മാത്രമേ ഉണ്ടോ? കാളയ്ക്ക് നിന്നും തന്നെ ഉണ്ടോ? ഇത് പറയുന്നുണ്ട് എവിടെയെങ്കിലും? കാളയൊക്കെ കൊന്ന് ഇഷ്ടം പോലെ. കട്ലറ്റ് ഉണ്ടാക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ബേക്കറി കൊണ്ട് വിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു റെയിൽവേ കൊന്നല്ല, ഒരു റെയിൽവേയുടെ കട്ടിങ്ങിൻ്റെ മുകളിൽ നിന്നൊരു പശു താഴെ വീഴുന്നു. ആ പശു ഒരുതം വന്ന് തൊലിയൊക്കെ എടുത്തിട്ട് ഇറച്ചി കൊടുക്കുകയാണ്. അവിടെ ഒരു ബേക്കറിക്കാരൻ സാധനം മേടിച്ചിട്ട് ഒരാഴ്ചയോളം ആ നാട്ടിലുള്ള ആൾക്കാർ ആ കട്ലറ്റ് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ പശു ഇറച്ചി ഞങ്ങളുടെ അയൽവക്കത്ത് ഉണ്ടായിരുന്ന സംഭവമാണ്. അത് ആരാന്നൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ ജീവിച്ച മനുഷ്യൻ ഭക്ഷണത്തിനുള്ള പ്രിയോറിറ്റി കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. ഭക്ഷണത്തിന് വേണ്ടി വിശക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യും.
അത് അച്ഛനാണെന്ന് നോക്കിയാൽ മക്കളാണെന്ന് നോക്കിയാൽ ആരുടെയെങ്കിലും ശവമാണെങ്കിൽ പോലും കഴിച്ച് തിന്നിരിക്കും. അത് സർവൈവലിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവിടെ പ്രശ്നം വെച്ചാൽ സർവൈവലിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ഇതിലേക്ക് പൊളിറ്റിക്സ് കൊണ്ടുവന്നു. പശു ഞങ്ങളുടെ ദൈവമാണ് ഒരു വിഭാഗം വിശ്വസിക്കുകയാണ്. പശു ഞങ്ങൾ പൂജിക്കുന്നതാണ്, ആരാധിക്കുന്നതാണ്. കാരണം പണ്ട് തൊട്ടേ ഇവർ സമൂഹത്തെ നിലനിർത്തിയിരുന്ന പശുവായിരുന്നു. ഗോത്രകാലം തൊട്ട് ഇപ്പോൾ ശ്രീകൃഷ്ണനൊക്കെ ഗോപാലൻ എന്നറിയപ്പെടുന്നല്ലേ. ഇവിടെ ഓക്കെ, അത് യേശു ഇവിടെ കേരള പശുവിന്റെ കാര്യം, ഇപ്പം ബീഫിന്റെ കാര്യം എടുത്ത് പറയാനുള്ള കാരണം, ഇവിടെ നമ്മളിപ്പോൾ ഈ ബീഫിന്റെ കാര്യം പശുവിന്റെ കാര്യമൊക്കെ പറയുന്നതിന്റെ കാരണം ഇപ്പം എല്ലാ സ്ഥലത്തും ഇതാണ് സംസാര വിഷയം. SFI ബീഫ് ഫെസ്റ്റ് നടത്തുന്നു. പ്രകാശ് രാജിനെ പോലുള്ള നടന്മാർ സോഷ്യൽ മീഡിയയിലൊക്കെ ബീഫിന്റെ രുചിയൂറും വിഭവത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കുറേയധികം വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണമായിരിക്കുന്നത് രണ്ടാമത് ഇറങ്ങാൻ വേണ്ടി പോകുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൽ കാണിച്ചിരിക്കുന്ന ഒരു സീന്, ഒരു കൺവേർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി, മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം കുടുംബം ആ പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു രംഗമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ഇപ്പം വൈറലായിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, എന്താണ് ഖുറാനിൽ പശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. സാറിനത് അറിയാവുന്നതുമാണ്. ഖുറാനിൽ പശു എന്ന് പറയുന്നത് ഒരു വിഭാഗം ജനതയുടെ ആരാധന പാത്രമായി. ദൈവങ്ങളെപ്പോലെ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. ദൈവങ്ങളെപ്പോലെ ആരാധിക്കുന്ന ഒരു മൃഗമായിരുന്നു പശു. അപ്പം പശുവിനെ എന്ത് പ്രശ്നം ഉണ്ടായാലും പശുവിനെ കൊല്ലാൻ അവർ മടി കാണിക്കൽ തയ്യാറാകില്ല. ഭക്ഷണം കഴിക്കുമ്പോഴായിട്ട് കൊല്ലുക പോലും അവർ ചെയ്യില്ല. ഈ തർക്കം വന്നു കഴിഞ്ഞപ്പം ജനങ്ങൾക്ക് അള്ളാഹു ഒഴിച്ച് ഒന്നിനെയും പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഈ പശുവിലുള്ള വിശ്വാസം കുറയ്ക്കുക എന്നുള്ളത്, അതിനുള്ള ആരാധനാ മനോഭാവം ഇല്ലാതാക്കാൻ വേണ്ടി എടുത്ത ഒരു ഉപായമാണ് നിങ്ങളോട് പശുവിനെ കൊല്ലാമെന്ന് ചോദിച്ചു. അവർക്ക് കൊല്ലാൻ മടി വന്നു. പക്ഷെ അവസാനം അവർ പശുവിനെ സന്തോഷത്തോടെ അല്ലെ താല്പര്യത്തോടെ കൊല്ലുന്നൊരു സ്റ്റേജിലേക്ക് മാറുകയാണ്. പശുവിനെ കൊല്ലുന്നുണ്ട്, കുഴപ്പമില്ല, അതിനെ ഭക്ഷണമായിട്ട് മറ്റാടിനെ കൊല്ലുന്ന പോലെയും കോഴിയെ കൊല്ലുന്ന പോലെയും മാത്രം ലൈഫ് സ്റ്റോക്കുകളെ കൊല്ലുന്ന പോലെ മാത്രമേ ഉള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും പശുവിനെ കൊല്ലാൻ അവർ തയ്യാറാവുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ അത് മാറിയിട്ടില്ല, ചാൻസ് മാറിയിട്ടില്ല. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പറയുണ്ട്, പന്നിയുണ്ട്. പന്നിയെ യാതൊരു കാരണവശാലും പന്നിയെ കഴിക്കില്ല, ആഹാരം കഴിക്കില്ല. അവർ ജൂതന്മാരും കഴിക്കില്ല, മുസ്ലിങ്ങളും കഴിക്കില്ല, യാതൊരു കാരണവശാലും കഴിക്കില്ല. ഇവിടെ നമ്മളെല്ലാവരും കഴിക്കും. ഇവിടെ മലപ്പുറത്ത് നിന്ന് ഒരു പന്നി ഇറച്ചി വയ്ക്കുന്ന കട കാണിക്കാൻ പറ്റുമോ? അതിനാ. അപ്പോൾ ഈ ആഹാരത്തെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ, മതവൽക്കരിക്കുമ്പോൾ, ആചാരവൽക്കരിക്കുമ്പോൾ സംഘർഷം ഉണ്ടാവും. ഇവിടെ നിരവധിയായിട്ടുള്ള വ്ളോഗർമാർ, അങ്ങനെ കുറേ അധികം ആളുകൾ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഈ ബീഫ് കഴിച്ചുകൊണ്ട് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതേപോലെ ഈ പന്നിയിറച്ചി കഴിച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്ര പേര് തയ്യാറാവും എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ആരും തന്നെ തയ്യാറായാലും അവനെ ഭക്ഷണമാണ്, തല്ലിക്കൊന്ന് അവനെ തിന്നാവുന്നു. ഇതിൽ ഇങ്ങനെ കാണിക്കുന്നവരുടെ പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്ക് രണ്ട് കാരണങ്ങളാണ്. എങ്ങനെ കാണിക്കുന്നു? ഈ ബീഫ് ഫെസ്റ്റിവൽ നടത്തി ബീഫ് ഇതൊന്നും പരസ്യമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. കഴിക്കേണ്ടവൻ എവിടെയെങ്കിലും പോയി കഴിക്കും. വെല്ലുവിളിയായിട്ട് കഴിക്കരുത്. അല്ല, ബീഫ് ഫെസ്റ്റ് നടത്തുന്നവനോട് പുച്ഛം മാത്രമേ ഉള്ളൂ, പരമപുച്ഛം. കാരണം എന്നറിയോ, ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങളും കൊലപാതകങ്ങളും കൂടുതലായിട്ടുണ്ടായ സംസ്ഥാനം ഒന്ന് മധ്യപ്രദേശ്, ഒന്ന് ഹരിയാന, ഉത്തർപ്രദേശിൽ പോലും അത്ര ഉണ്ടായിട്ടില്ല. ഇവർ ഇത് നടത്തുവാണെങ്കിൽ എവിടെയാണ് നടത്തേണ്ടത്? എവിടെയാണ് നടത്തേണ്ടത്? ബീഫ് കഴിക്കുന്നതിൻ്റെ ഇതിൽ നിൽക്കുന്ന സ്ഥലത്തല്ലേ നടത്തേണ്ടത്. കേരളത്തിൽ മലപ്പുറത്തോ കോഴിക്കോടോ നമ്മുടെ നാട്ടിലോ വല്ല പ്രശ്നമുണ്ടോ? എല്ലാ കടയിലും ബീഫ് വയ്ക്കുന്നുണ്ട് ഇല്ലേ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്? ഇവിടെ വന്നിട്ട് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യം തന്നെ. നടത്തേണ്ടത് അവിടെയാണ്. ഭീരുക്കളവർ ശൈലിയുള്ളവരാണ് അവിടെ പോയി നടത്തുന്നത്. പ്രകാശ് രാജ് ഒരു പശുവിനും കൊണ്ട് അതിനെ കൊല്ലാനുള്ള കശപ്പാരം കൊണ്ട് അങ്ങോട്ട് പോകണം, ഹരിയാനയിലേക്ക് പോകണം. പ്രകാശ് രാജ് എങ്ങനെ തിരിച്ചു വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഭീരുക്കളാണ്. അത് ഇതിനെ രക്ഷിക്കാൻ ആരും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ആഹാരം എന്ന് പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് വ്യക്തിയുടെ മൗലികമായ ചോയ്സാണ്. അതിൽ വേറെത്തും കൈകടത്താൻ പാടില്ല എന്നുള്ള എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഇവർ ഇതിന് ന്യായമായിട്ട് ബീഫിൻ്റെ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ പോർക്ക് ഫെസ്റ്റിവൽ നടത്തും. അപ്പോൾ പോർക്ക് ഫെസ്റ്റിവൽ നടത്തും. എൻ്റെ പോർക്ക് ഫെസ്റ്റിവൽ നടത്തും. അത് പ്രകാശ് നടത്തും നാളെ പോർക്ക് ഫെസ്റ്റിവൽ. അല്ല, സാറ് പറഞ്ഞതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോർക്ക് ഫെസ്റ്റിവൽ നടത്തുമോ? നടത്തിയല്ല. അല്ലെങ്കിൽ പോർക്കിനെ കുറിച്ച് വാചാലമായി സംസാരിക്കൂ? അല്ല, പോർക്ക് ഫെസ്റ്റിവൽ ബീഫ് ഫെസ്റ്റിവൽ നടന്നാൽ പോർക്ക് പന്നിയിറച്ചി ഇഷ്ടമുള്ളവരുണ്ടെന്നേ. ഞാനെനിക്ക് ഇഷ്ടമുള്ള ആളാണ്.
പന്നിയിറച്ചി ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പന്നിയിറച്ചി ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടത്തും ഇവർ. അപ്പോൾ ഇവരുടെ താല്പര്യങ്ങൾക്ക്, അതായത് കുറച്ച് പാവം പിടിച്ച മുസ്ലിങ്ങളെ പറ്റിക്കണം. അവിടെ മുസ്ലിങ്ങളെ ആരെങ്കിലും ഒരുത്തൻ പശുവിനെ കൊണ്ട് കച്ചവടം ചെയ്യാൻ പോയപ്പോൾ അവനെ അടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എന്തും സംഭവിച്ചിരിക്കും. അവിടെ അങ്ങനത്തെ ജനത പശുവിനെ കാണുമ്പോൾ തൊട്ട് എഴുതും. രാജാവിൻ്റെ പേര് മറന്നുപോയി. ഇന്ത്യ അടിമപ്പെടാനുള്ള കാരണം എന്നാണെന്നറിയോ? അലാവുദ്ദീൻ ഖിൽജി നമ്മുടെ ഇവിടെ റാണാ പ്രതാപ് സിംഹിനെ കീഴടക്കാനായിട്ട് 3 or 4 പ്രാവശ്യം ശ്രമിക്കുന്നു. അയാൾ തോൽപ്പിക്കുകയാണ് ഈ മുഗൾ രാജാവിനെ തോൽപ്പിക്കുകയാണ്. ഈ പശുവിനെ അവസാനം ഇവിടുന്നുള്ള കാല് മാറി അപ്പുറത്ത് ഈ രാജാവിൻ്റെ പൂജാരി എന്നൊരു വിവരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഒരു പറ്റം പശുവിനെ മുമ്പിൽ നടത്തിയാൽ മതി, പട്ടാളം പോകരുത്, പശുവിനെ മുമ്പോട്ട് നടത്താൻ പറഞ്ഞു. പട്ടാളം ഈ പശുവിന് മുമ്പോട്ട് കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും മറ്റന്മാരൊക്കെ കുതിരപ്പുറത്തു നിന്ന് ചാടി ആയുധം വാളും ഒക്കെ താഴെ വെച്ച് പശുവിനെ തൊഴാൻ തുടങ്ങി. ആ സമയത്ത് ആക്രമിച്ച് അവരെ അങ്ങനെ കീഴടക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് മാത്രം ഡീപ്പായിട്ട് പശുവിനെ ആരാധിക്കുന്നവരുണ്ട്. അത് ശ്രീകൃഷ്ണൻ്റെ മഹാഭാരത കഥ തൊട്ടുള്ളൊരു സംഭവമാണ്. അത് ജനറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ കിടന്ന് വരികയാണ്. പശു എന്ന് പറഞ്ഞ സാധനം വിശുദ്ധ മൃഗമാണ്, അതിനെ കൊല്ലാൻ പാടില്ല. അപ്പം ആ സങ്കല്പം വെച്ച് പുലർത്തുന്നവൻ്റെ അടുത്ത് പശുവിനെ കൊല്ലുന്ന കാണുമ്പോൾ അവൻ ചിലപ്പം റിയാക്ട് ചെയ്യും. ഇനിയിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ പറയുന്നത് കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫും ആണെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എന്ന് മുതലാണ് കേരളത്തിൽ വന്നു തുടങ്ങിയത്? അതായത് ഇത്രയും വലിയൊരു ആരാധന ഈ ബീഫ് ഇറച്ചിക്ക്, ബീഫിന്, അത് എന്തുകൊണ്ടാണ് അത് പന്നിക്ക് വരാത്തത്? ഇത് വിൽക്കുന്ന ആവശ്യം ആൾക്കാർക്കെന്നറിയോ? പൊറോട്ടയും ബീഫും പൊറോട്ടയും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയിൽ നിന്ന് തന്നെ വേസ്റ്റാണ് പൊറോട്ട. ഈ ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നറിയോ? കൂടുതൽ ബീഫ് തീറ്റ അധികമാണെങ്കിൽ മൂലക്കുരു വരുന്നതാണ്. അല്ല, പറയുന്ന കേൾക്ക്. ഇവിടെ സംഭവിക്കുന്നത് പൊറോട്ടയും ബീഫും വന്നാൽ എപ്പോഴാന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്നോട്ടായെന്ന്? ക്യാൻസർ വരുന്ന കൂട്ടത്തിൽ തന്നെ അതും വന്നു. ക്യാൻസറിന്റെ മെയിൻ കാരണമായിട്ട് വെക്കുന്നതാ അസുഖത്തിന്റെ. അപ്പോൾ പൊറോട്ടയും ബീഫും അമേരിക്കയിലെ നമ്മൾ രാവിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതായിരിക്കും അറിയോ? മലയാളിയല്ല, ലോകം മുഴുവൻ പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഇഷ്ടമായിരിക്കും. ഇപ്പം 3 നേരം ഒരാൾ പൊറോട്ടയും ബീഫും കഴിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡെയിലി രാവിലത്തെ ഭക്ഷണം പൊറോട്ട ബീഫ്, അല്ലെങ്കിൽ ചപ്പാത്തി ബീഫ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീഫ്, അല്ല ഗോതമ്പ് പൊടി, കൃത്യമായിട്ടും അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നിരിക്കും. അപ്പം അത് തന്നെ പറഞ്ഞു. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വേറെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ താല്പര്യം കാണുന്നത് അവൻ്റെ മരുന്ന് വിൽക്കണ്ടേ. 2-3 ഒത്തിരി കോറിലേഷൻ ഉണ്ട്. പൊറോട്ടയും ബീഫിൻ്റെ ഭക്ഷണം കൂടി ഇപ്പോൾ ക്യാൻസർ കൂടി എന്ന് പറഞ്ഞു. ഒരു ബേക്കറി, നമ്മുടെ നാട്ടിൽ ബേക്കറി ഉണ്ട്, ഗോതമ്പ് ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വയ്ക്കുന്നത്. പണ്ട് ബേക്കറി എത്ര ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ? ഒരു 1-2 ബേക്കറി മാത്രമാണ്. ഇന്നോ ബേക്കറി കൂടുന്നതനുസരിച്ച് അസുഖം കൂടുന്നതനുസരിച്ച് ഓരോ നാട്ടിലെ ആശുപത്രികളുടെ എണ്ണവും കൂടും. അങ്ങനെ ഒത്തിരി ശരീരത്തിന് പറ്റാത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മളെ കൊണ്ട് തീറ്റിക്കാനുള്ള മാർഗ്ഗമാണിത്. ഈ പശുവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അന്ധവിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട്, ഒരു ക്രൈം, ഒരു മിസ്റ്ററി സ്റ്റോറി അല്ലേ? അത് തെളിയിക്കാന്ന് പറഞ്ഞാൽ ഒരു ധനികനെ കൊന്നു. ഏതിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഖുറാനിൽ 53-67 അധ്യായങ്ങളിലെ ഒരു ധനികനെ കൊല്ലപ്പെടുന്നു. ഒരു കലിങ്ങിൻ്റെ സൈഡിൽ ഇവൻ്റെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. ആരാ കൊന്നെന്നൊന്നും അറിയത്തില്ല. അപ്പോഴാണ് പ്രവാചകൻ്റെ ശിഷ്യന്മാർ അവിടെ ചെല്ലുന്നു. പ്രവാചകൻ്റെ ശിഷ്യന്മാർ ചെന്നിട്ട് പറഞ്ഞു, ഇയാളെ ജീവിപ്പിക്കണം, ഇയാളെ കൊന്ന. അപ്പം പറഞ്ഞ് കൊലപാതകയെ കണ്ടുപിടിക്കാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പശുവിനെ കൊല്ലും. അപ്പം ഇവരോട് തർക്കങ്ങൾ പറയുന്നുണ്ട്, പശുവിനെ കൊല്ലുന്നതിന് മടി പറയുന്നുണ്ട്. എന്നാൽ പോലും പറയുന്ന ഒരു പശുവിനെ കൊല്ല്. അവസാനം ഇയാളുടെ ആർഗ്യുമെൻറ്റ്സ് എല്ലാം കേട്ട് അയാൾക്ക് ദേഷ്യം വന്നെങ്കിൽ പോലും ചോദ്യങ്ങൾ അയാൾക്ക് ഇഷ്ടമല്ല. പ്രവാചകനെ ചോദ്യം ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇവൻ അവസാനം ജനങ്ങളെ സമ്മതിച്ച് പശുവിനെ കൊല്ലുകയാണ്. പശുവിനെ കൊന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഇതുകൊണ്ട് ആ കൊല്ലപ്പെട്ട പശുവിൻ്റെ മാംസം കൊണ്ട് മരിച്ചു കിടക്കുന്നവരുടെ ശരീരത്തിലൊന്ന് അടിക്കാൻ പറഞ്ഞു. അടിച്ചു കഴിഞ്ഞപ്പം അവന് ജീവൻ വെച്ചു. ജീവൻ വയ്ക്കുക മാത്രമല്ല, എന്നെ കൊന്നത് ഇന്ന ആളാന്ന് അയാൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒരു കൊലപാതകം തെളിയിക്കാൻ പറ്റി. അത് പറഞ്ഞപ്പോൾ തന്നെ അയാൾ ചത്തുപോവുകയും ചെയ്തു. അതായത് പശുവിൻ്റെ ഇറച്ചി മരിച്ചു കിടക്കുന്ന ഒരു മൃതദേഹത്തിലേക്ക് അടുപ്പിച്ചപ്പോ ജീവൻ വെച്ചു. അവൻ സത്യം തുറന്നു പറഞ്ഞ ഒരു കൊലപാതകയെ പിടിക്കാൻ പറ്റി. അവനെ കൊന്നാനെ പിടിക്കാൻ പറ്റി. അവൻ പിന്നെ പോയി മരിച്ചു പോയി, അത് വേറെ കാര്യം. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ജനങ്ങൾക്ക് ഇരട്ടി വിശ്വാസമായി. അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്ന പല കാര്യങ്ങളും, വിശുദ്ധന്മാരുടെ, ദൈവങ്ങളുടെ, മഹർഷിമാരുടെയൊക്കെ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്ന പലതിൻ്റെയും പിന്നിൽ ഇങ്ങനത്തെ കഥകളാണ്.
അത്ഭുത പ്രവർത്തിക്കുന്ന കൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ. ഈ ഇത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമായി. പശുവിനെ അയലക്കത്തുള്ള മുഴുവൻ പശുവിനെ കൊല്ലാൻ തയ്യാറായിട്ടാണ് പിന്നെ അവർ വരുന്നത്. കാരണം പശുവിൻ്റെ മാംസത്തിന് ഇത്രയും വിലയുണ്ടല്ലോ. അങ്ങനെ ഒരു അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ടാണ് പ്രവാചകൻ ഇങ്ങനെ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. പശുവിനെ ആരാധിക്കേണ്ടതല്ല, കൊല്ലാം എന്ന് സ്വന്തം അണികളെ പഠിപ്പിക്കുകയാണ്. പോത്തിൻ്റെ കാര്യത്തിൽ പശുവിനെ ആരാധിക്കരുതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. നമ്മളില്ലാ കാര്യമില്ലല്ലോ പറയുന്നത്, ഉള്ള കാര്യമാണ്. ഖുർആനിൽ പശുവിനെ, മൃഗങ്ങളെ ഒന്നിനെ ആരാധിക്കരുത്. അതുകൊണ്ട് പശുവിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. അതാണ് നമുക്ക് സംശയം വരുന്നത്. പശുവിൻ്റെ കാര്യം മാത്രം തന്നെ എടുത്തു പറയുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ പശുവിനെ ആരാധിക്കുന്നവർ ഇന്ത്യയിലും ജപ്പാനിലും. ജപ്പാനിൽ ഇപ്പോൾ അതൊക്കെ ഒത്തിരി മാറി, ബുദ്ധമത രാജ്യങ്ങളിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെയും അതുപോലുള്ള സൗകര്യങ്ങളെയും രാഷ്ട്രീയത്തിന്, മതപരമായ പ്രചരണത്തിനും ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിക്കറ്റ് സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുതരം ക്രൂരന്മാരുടെ സമൂഹം ഇവിടെ ഡെവലപ്പ് ചെയ്യണം, അപ്പുറത്തും ഇപ്പുറത്തും. ഈ ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് എന്തോ വലിയ വിശ്വപ്രവൃത്തിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ചിലവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ കത്രിക വെച്ച് പോയതിന് ഒരു പ്രതിഷേധവും ഇല്ല, വയറ്റിൽ കത്രിക വെച്ച് പോയതിന്. അതെ അതെ അതെ.